ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവലോഗ് ബൈ അനീഷ. അപ്പോൾ നമ്മുടെ കൂർഗ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ചെന്ന സമയത്ത് മഴയൊക്കെ പെയ്തുകൊണ്ടാകെ മൊത്തം ഒരു നനഞ്ഞ അന്തരീക്ഷമാണ് അവിടെ കണ്ടത്. നമ്മൾ രാവിലെ വളരെ നേരത്തെ ചെന്നുകൊണ്ട് കുറേ സമയം അവിടെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടതായിട്ട് വന്നു. അവസാനം വെയിറ്റ് ചെയ്ത് നമ്മുടെ പരശുരാമ എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. 9 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയിൽ ഞാൻ ആകെ കഴിച്ച ഒരു ഡയറി മിൽക്കും ഒരു IRCTCയുടെ ഒരു ചായയുമായിരുന്നു. നല്ല ഒരു ജേണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ തലശ്ശേരി വരെയുള്ളൊരു യാത്രയിൽ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തലശ്ശേരി എത്തി. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പുച്ചട്ടയാണ്. അപ്പുച്ചട്ടയെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണെങ്കിൽ അപ്പുച്ചട്ട എൻ്റെ ഒരു സെക്കൻഡ് കസിനായിട്ട് വരുന്ന ആളാണ്. അപ്പുച്ചട്ടേ ചിരിക്ക്. അപ്പോൾ നമ്മൾ പോയത് കണ്ണൂർ ഇരിട്ടി മാക്കൂട്ടം ചുരം വഴി കൂർഗിലേക്കാണ്. അപ്പോൾ രാത്രി അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം നമ്മൾ നേരം വെളുത്ത് എണീറ്റിട്ട് ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം 1 രാജാ സീറ്റും 2 അബ്ബി ഫാൾസുമാണ്. അപ്പം നമ്മളിപ്പോൾ വീരാജപേട്ട ടൗണിലാണുള്ളത്. ആ ഒരു ഓറഞ്ച് മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കുബേരൻ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ രാജാ സീറ്റിൽ എത്തിയിരിക്കുകയാണ്. 30 കിലോമീറ്റേഴ്സ് ഫ്രം വിരാജ്പേട്ട് ടൗൺ. അപ്പോൾ ഗാന്ധി മണ്ഡപം എന്നറിയപ്പെടുന്ന പൂന്തോട്ടത്തിൻ്റെ നടുവിലാണ് രാജയുടെ ഇരിപ്പിടം. 200 വർഷത്തിന് മുമ്പ് കർണാടകയിലെ ഭരണാധികാരികളായിരുന്ന രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെയാണ് ഈ സീറ്റ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോപ്കോൺ വിൽക്കുന്ന ചേട്ടനെയും കിച്ചിയും വിൽക്കുന്ന ചേട്ടന്മാരെയൊക്കെ കാണാൻ പറ്റും. ആ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഒരാൾക്ക് 5 രൂപ ടിക്കറ്റ് എടുത്ത ശേഷം മാത്രമേ അകത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. 1948 ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസമായ ജനുവരി 30 കൂർഗിൽ എല്ലാ വർഷവും സർവോഭയ ദിവസ് എന്നൊരു ദിവസം ആഘോഷിക്കുന്നു. ഈ ദിവസം ഒരു ഘോഷയാത്ര ക്രമീകരിക്കുകയും മഹാത്മാഗാന്ധിജിയുടെ ചിതാഭസ്മം അടങ്ങുന്ന ഒരു കലം രാജാ സീറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് അബ്ബി ഫാൾസിലേക്കാണ്. നമ്മൾ അവിടെ എത്തുന്നതിന് ഒരു 0.5 കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ചേട്ടേ തിരിഞ്ഞ് ഹായ് പറ. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം ഫോൾസിലേക്ക്. കാപ്പിത്തോട്ടമൊക്കെയാണ് ചുറ്റും. ഗൈസ്, നമ്മളിപ്പം കൂടുതൽ താഴേക്ക് ഇറങ്ങി പോകുന്നത് അബ്ബി ഫാൾസിൻ്റെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം 160 to 200ഓളം കോൺക്രീറ്റ് സ്റ്റെപ്പുകളാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ അകലെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി നല്ലൊരു വ്യൂ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അപ്പച്ചേട്ടായി നമുക്ക് പണി മേടിച്ച് തരാനുള്ള പോക്കാന്ന് തോന്നുന്നത്. നമ്മളൊരു പ്രോഹിബിറ്റഡ് ഏരിയ കയറിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ ദ മാജിക്കൽ വ്യൂ ഓഫ് അബ്ബി ഫാൾസ് ഫ്രം ഹിയർ. തകർന്ന നിലയിലുള്ള ഒരു തൂക്കുപാലവും നമുക്ക് താഴെ കാണാൻ പറ്റും. അവിടെ നിന്നുള്ളൊരു വ്യൂവും കൂടെ നോക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.